ഇന്ന് നമ്മൾ പ്രതിദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ഓപ്പൺ ആക്കിയാലോ അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് ചാനൽ വെച്ചാലോ നമ്മൾ കൂടുതലും കേൾക്കുന്നത് എന്താ? നമ്മൾ ആത്മീയ മേഖലയിൽ ചിന്തിച്ചാൽ, ആത്മീയ മേഖലയിലേക്ക് നമ്മൾ നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം, ആരാധിപ്പാൻ തടസ്സം, അല്ലേ? ആരാധിക്കുന്നവരെ ഉപദ്രവിക്കുന്നു, അവരെ മർദ്ദിച്ചു. ഈ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അധികവും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ആരാധനയൊക്കെ ഏകദേശം അവസാനിക്കുന്ന ടൈമായി. അതായത് കർത്താവ് പറഞ്ഞ ആ മണിക്കൂറുകൾ, ആ മിനിറ്റുകൾ, ആ സെക്കൻഡുകൾ അടുത്തു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം. അതുകൊണ്ട് പക്ഷേ നമുക്കറിയാം, ഇന്ന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായി ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത്, അല്ലേ? കാരണം എനിക്ക് കിട്ടുന്ന ആ ടൈം, മറ്റുള്ളവർക്ക് ലഭിക്കാത്തത് എനിക്ക് ദൈവം തരുന്ന ആ ടൈം ആരാധിക്കണം, എനിക്ക് ദൈവത്തെ സ്തുതിക്കണം, ദൈവവചനം കേൾക്കണം എന്ന ബോധ്യത്തോടും ഏകദേശം അവസാന മണിക്കൂറൊക്കെ ആയി. ഇനി ആ കർത്താവിൻ്റെ വരവിങ്കൽ എനിക്ക് എടുക്കപ്പെടണം, എനിക്ക് പോകണം, ആ സ്വരം എനിക്ക് കേൾക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു 8 മണി ആകുമ്പോഴത്തേനും തന്നെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ആ സൂം തുടങ്ങാറായി എന്ന് പറഞ്ഞ് റെഡിയായി വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത്, എനിക്കറിയാം പലരും അങ്ങനെ റെഡിയായിട്ട് 8 മണിക്ക് തന്നെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഒരുങ്ങി ഇരിക്കുന്ന ഒരു കൂട്ടവരുണ്ട്, ഇല്ലേ? പലരും ഇതിനകത്ത് തലയാട്ടുന്നുണ്ട്. ശരിയാണ്, എനിക്കറിയാവുന്നവരുണ്ട് ഇതിനകത്ത്. കാരണം വീട്ടിൽ പ്രത്യേകിച്ച് ജോലിക്ക് പോകാത്തവർക്ക് അത് സാധ്യമാകൂ. അതുപോലെ തന്നെ പക്ഷെ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ എങ്ങനെയെങ്കിലും ഒന്ന് 8:30 മുമ്പ്, ബുധനാഴ്ച അല്ലെങ്കിൽ സൺഡേ ഒരു 8:30 മുമ്പ് എനിക്ക് എത്തണം, എൻ്റെ ജോലി കഴിയണം, എന്നിട്ട് എനിക്ക് ആരാധനയ്ക്ക് ഇരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന വഴി ജോലിയൊക്കെ ചെയ്ത്, ഒരു പക്ഷേ ഈ സമയം അടുക്കളയിൽ എന്താ പറയുക, കറിയുടെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആവുന്നേ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊന്ന് നിർത്തിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഫിനിഷ് ചെയ്തിട്ടോ എനിക്ക് വന്നിരുന്ന് ആരാധിക്കണം. അതേ തീഷ്ണതയിൽ വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാണും. 2 പേരെയും കർത്താവ് കാണുന്നുണ്ട്, 2 കൂട്ടരെയും കർത്താവ് കാണുന്നുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടരാണെങ്കിൽ ജോലി മേഖലയിലായിരിക്കും. അതും നമുക്കറിയാം. ജോലിയിൽ പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ജോലിയിലാണ് ഞാൻ ആരാധനയ്ക്ക് കൂടുന്നത്, ജോലി സമയത്തിൽ നിന്ന് ഞാൻ ഒളിച്ച് ഓടി മാറി നിന്നിട്ടാണ് ഞാൻ ആരാധന കൂടുന്നതെന്ന് പറയാറുണ്ട്. എങ്ങനെയാ? ഇപ്പം നേഴ്സിൻ്റെ ജോലിയെക്കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം ഞാൻ പറയും ഇങ്ങനെ, അതായത് ഒരു പെട്ടെന്ന് ആ പേഷ്യൻറ്റിൻ്റെ കെയറൊക്കെ ഒന്ന് ചെയ്ത് അവർക്ക് വേണ്ടുന്ന മരുന്നൊക്കെ കൊടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ദേ ഒരു കണ്ണ് ഇങ്ങോട്ടൊന്ന് വെച്ചേരെ കേട്ടോ, ഞാൻ ഇപ്പം വരാം, ഞാനൊന്ന് ദൈവത്തെ ആരാധിക്കണം എന്ന് അവിടെ പറയില്ല, ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് ഓടി വീഡിയോ ഓൺ ചെയ്ത് സൂം ഓൺ ചെയ്ത് ദൈവത്തെ ആരാധിക്കാനിരിക്കുന്ന മക്കളുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം കാണുന്നുണ്ട്. അവരുടെ ഓട്ടപ്പാച്ചിലിനിടയിലും എൻ്റെ ദൈവം ആരാധിക്കാൻ വേണ്ടി, ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ. എന്നാൽ മറ്റൊരു കൂട്ടരും ഉണ്ട് നമ്മുടെ സൂം മീറ്റിങ്ങിൽ. ഉണ്ടോ ഇല്ലയോ കർത്താവിനറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ ദിവസം 8:30 മണി ആയല്ലോ, ആരെങ്കിലും ഒന്ന് നീ സൂം മീറ്റിങ്ങിൽ കയറിയോ എന്ന് ചോദിക്കുമല്ലോ എന്നോർത്ത് 8:30 സൂം ഓണാക്കി വെച്ചിട്ട് ആരാധനയിൽ ഇരിക്കുന്നവരും ഉണ്ടാകാം. സകലരെയും ഇന്ന് ആരാധനയ്ക്കായി ക്ഷണിക്കുകയാണ്. ഈ നിമിഷം നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ സകലരെയും ആരാധനയ്ക്കായിട്ട് ക്ഷണിക്കുകയാ. ഹല്ലേലൂയ. നമുക്കറിയാം, അത്യുന്നതനായ ദൈവത്തെ, നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്കൊന്ന് ക്ഷണിച്ചാലോ? ഇന്ന് ഞാൻ ആരാധിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, ഞാൻ ആരാധനയ്ക്കായി എൻ്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ആ ദൈവത്തെ, സകലതും കാണുന്ന, സകലത്തെയും നമുക്ക് വേണ്ടി തരുന്ന ആ കർത്താവിനെ നമുക്കൊന്ന് ക്ഷണിക്കാം ഈ സമയം. നമ്മൾ 1 ദിനവൃത്താന്തം അതിൻ്റെ 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ആമേൻ, ഹല്ലേലൂയ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ആ സാന്നിധ്യത്തിനു വേണ്ടി ഏലിയാ പ്രവാചകനിൽ നിന്ന് ആ ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകത്തിന്റെ പുതപ്പ് നേടാൻ എലീശ പിന്നാലെ നടന്ന് ആ പുതപ്പ് നേടിയെടുത്തിട്ട് ഓടിയതുപോലെ ഇന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ആ പുതപ്പ്, ആ സാന്നിധ്യത്തിന്റെ പുതപ്പ് ഇന്ന് നമ്മുടെ മേൽ വീഴാൻ നമുക്കൊന്ന് ആ കർത്താവിനെ വിളിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും
അത് ഈ സൂം പ്ലാറ്റ്ഫോമിലാകട്ടെ, കർത്താവ് അവരുടെ മധ്യത്തിലുണ്ടായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഞാനിനി ഒറ്റയ്ക്കാണ്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിലേ ഞാനുള്ളൂ, അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് ആരാധനയ്ക്കായി ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ആരാധനയ്ക്കായി കർത്താവിനെ ക്ഷണിക്കാൻ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് ആ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഇടത്തും വലത്തും മുമ്പിലും പിറകിലും എല്ലാം ആൾക്കാരുണ്ട്, ജനമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു കൂട്ടം ജനം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാ. ആ കർത്താവിനെ ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. പൂർണ്ണമായി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ പലരും അനുഭവിച്ച് കേട്ടിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കാണുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ആ കണ്ണീരൊപ്പാൻ വരുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്കൊന്ന് ക്ഷണിക്കാം. ഒരു വിടുതൽ തരുന്ന അനുഭവം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി ഇന്ന് ഈ ആരാധനയ്ക്കായി ഒരുങ്ങുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പുതപ്പ്, ഒരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ ഇന്ന് നമുക്ക് ക്ഷണിച്ചാലോ? ഒരു പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, കർത്താവേ, നീ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. ഇന്ന് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഡ്യൂട്ടി മേഖലയിലായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ഞാൻ യാത്രയിലായിക്കൊള്ളട്ടെ, എവിടെയായാലും നിൻ്റെ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ് ഒരു പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആ ദൈവത്തെ വിളിക്കാം. ആ ക്രിസ്തുവിനെ നമുക്ക് ക്ഷണിക്കാം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക്, പൂർണ്ണ വിശ്വാസത്തോടെ. ഈശോയെ, വന്നിടണമേ, ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. എന്നെ കഴുകാൻ, എൻ്റെ കണ്ണീരൊപ്പാൻ, എനിക്ക് വിടുതൽ തരാൻ വേണ്ടി, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങി വരണമേ. വിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളെ കേട്ട് എൻ്റെ മധ്യത്തിലേക്ക്, എൻ്റെ അരികിലേക്ക് എന്നെ ആശ്വസിപ്പിക്കാനായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഇന്നെനിക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവേ അവിടുന്ന് അനുവദിക്കണമേ, അവിടുന്ന് ഇടയാക്കണമേ. ആ സ്നേഹത്താൽ എന്നിൽ നിന്ന് പൊതിയണമേ. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ക്ഷണിച്ചേ. കർത്താവേ, ആ സ്നേഹം കൊണ്ട് എന്നെ ഒന്ന് പൊതിയണമേ, ആ സ്നേഹം കൊണ്ട് എന്നെ ഒന്ന് പൊതിയണമേ എന്ന് പറഞ്ഞു ഒന്ന് നിലവിളിച്ചേ. കർത്താവ് ഒന്ന് ഇറങ്ങി വരട്ടെ. ഈശോയെ
വരണമേ. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് അവിടുന്ന് എന്നെ തൊടാനായി എനിക്ക് വിടുതൽ തരാനായി ഞാൻ ആയിരിക്കുന്ന ഭവനത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ മധ്യത്തിലേക്ക് വന്നു. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് എൻ്റെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വന്നു. രുചിച്ചറിഞ്ഞവർ, അനുഭവിക്കാനിടയായവർ, യഥാർത്ഥമായി വിളിച്ചവരുടെ മധ്യത്തിൽ ക്രിസ്തു വന്നിട്ടുണ്ട്. കാരണം അവൻ വാക്കുമാറാത്തവനാ, അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാ. അതുകൊണ്ട് അവിടുന്ന് വരും. ആ സാന്നിധ്യത്തിൻ്റെ പുതപ്പ് വീണവർ ദൈവത്തെ ആരാധിക്കാനായി നമുക്കൊരുങ്ങാം. ആ അത്യുന്നതനായ ദൈവത്തെ നമുക്ക് ആരാധിക്കണ്ടേ? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് ആ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കണ്ടേ? ആമേൻ. എന്തിനാ നമ്മൾ ആരാധിക്കുന്നത്? ആരാധിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? ആരാധിക്കുന്ന ജനത്തിന് എന്ത് ലഭിക്കും? നമ്മൾ ഓരോരുത്തരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? വർഷങ്ങളായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാ. വർഷങ്ങളായി ദൈവത്തെ ആരാധിച്ചു. ഒരുവനെ ആരാധിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്ന ആരാധനയിലൂടെ? നമ്മൾ അറിഞ്ഞു, നമ്മളെ കണ്ണുനീരൊപ്പുന്ന സാന്നിധ്യം, നമ്മളെ വിടുവിക്കുന്ന സാന്നിധ്യം, ഇതെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു സാന്നിധ്യത്തിന്റെ പുതപ്പ് വീണ് ആരാധിപ്പാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമൂഹമാ. ഈ സമൂഹം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സകല പ്രവർത്തികളും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, നമ്മുടെ മനസ്സിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സകല വിഷയത്തിന്റെ മേലും ഉത്തരം തരുന്ന ഒരു ടൈമാ ആരാധനയുടെ ടൈം. ആരാധനയുടെ ടൈമിൽ ഒരു വലിയ വിടുതൽ ഇറങ്ങുന്ന ടൈമാ. നമ്മൾ പലരും അത് രുചിച്ചറിഞ്ഞവരാ അല്ലേ? പലരും രുചിച്ചറിഞ്ഞവരാ. ഇനി ആരെങ്കിലും ആ യഥാർത്ഥമായ ആരാധന രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്കറിയാം ഇമോഷണലി നമ്മളെ ശക്തനാക്കുന്നത് ആരാധനയിലൂടെയാണ്. നമ്മൾ നുറുങ്ങിയ ഹൃദയമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ? വേദന നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമ്മളിങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ആ ദൈവം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മുറിവിനെ ഉണക്കും. ഇമോഷണലി നമ്മളിങ്ങനെ വേദന സഹിച്ച് ആരൊക്കെയോടെയോ അല്ലെങ്കിൽ മുറിപ്പെടുത്തിയ വേദനകളുമായി എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തയിൽ നമ്മളിങ്ങനെ ആരാധിക്കാനിരിക്കുകയാണെങ്കിൽ ആ ആരാധനയുടെ മധ്യേ ഒരു അനുഭവം നമുക്ക് വരത്തില്ലേ? നമ്മളെ ഇങ്ങനെ കഴുകി തലോടി പോകുന്ന ഒരു അനുഭവം വരത്തില്ലേ? യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നത്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ആരാധിക്കുമ്പോൾ ഏറ്റവും വലിയ സ്പിരിച്വലി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളും ദൈവവുമായിട്ട് അങ്ങ് അടുക്കും. നമ്മളും ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധം പുലർത്താൻ ഏറ്റവും നല്ലത് യഥാർത്ഥമായ ആരാധനയാണ്. ആരാധനയിലൂടെ നമ്മൾ അറിയാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ തിരിച്ചറിയും. നമ്മൾ ദൈവവുമായിട്ട് ആ ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്കിടയാകും. ഇങ്ങനെ അനുഭവമുള്ളവരല്ലേ നമ്മൾ ഓരോരുത്തരും? യഥാർത്ഥമായി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് ആരാധനയിലൂടെയാണ്.
നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കുന്നത് ആരാധനയിലൂടെയാ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നി. എൻ്റെ മകൾ അല്ലേ ആരാധിക്കുന്നത് കണ്ട്, എൻ്റെ മകൻ ആരാധിക്കുന്നത് കണ്ട് നമുക്ക് നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ആരാധനയുടെ മധ്യ അങ്ങ് ഉത്തരം തരും. ആ സമയം എന്താ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും? വർദ്ധിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു യഥാർത്ഥമായ ആരാധനയിലൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ശരിക്കും നമ്മളെല്ലാം മറന്ന് ആരാധിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കടന്നു വന്ന, നമ്മളിപ്പോൾ ആരാധിക്കാൻ ഈ 8:30 മണി നേരത്ത് ആരാധിക്കാൻ വന്നിരുന്നപ്പോൾ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇരുന്നത്. പക്ഷെ യഥാർത്ഥമായി നമ്മൾ ആരാധനയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ, ഈ ആരാധന കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സൂം ഓഫാക്കി കഴിയുമ്പോൾ പുറത്തെ സാഹചര്യങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരുന്ന പലതും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അത് കർത്താവിൻ്റെ വലിയൊരു വിടുതലാണ്. യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്നതാ അത്. ഈ വിധം ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനും ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾ ആരാധനയുടെ മധ്യ രുചിച്ചറിയുവാനും ഒരു വിടുതൽ കിട്ടാനും വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ ആരാധിക്കാനായിരിക്കുമ്പോൾ എൻ്റെ സകല വിഷയത്തിൻ്റെ മേലും രക്ഷ തരുന്നൊരു യഹോവയായ കർത്താവുണ്ട്. എൻ്റെ പ്രാർത്ഥനകളെ അറിയുന്ന, എൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ ഒരു ക്രിസ്തു, യഹോവയായ ദൈവം. ആ ദൈവത്തെ ഞാൻ ഇന്ന് ആരാധിക്കും, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും. എത്ര പേർക്ക് പറയാൻ സാധിക്കും? എത്ര പേർ റെഡിയാണ്? ഈ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്ക് എത്ര പേർ റെഡിയാ? ഇതുവരെ ആരാധിച്ചിട്ട് ആ ആരാധനയുടെ മാധുര്യം രുചിച്ചറിഞ്ഞവർ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ ലഭിക്കാത്തവർ ഇന്നൊന്ന് ആരാധിക്കാൻ തയ്യാറായേ? ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് നമുക്ക് ആ രക്ഷകനായ യാഹുവേ ഒന്ന് യഥാർത്ഥമായി ആരാധിക്കാം. എനിക്ക് ജീവൻ നൽകിയ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എനിക്കൊരു വിടുതൽ തന്ന എൻ്റെ യഹോവയായ എൻ്റെ രക്ഷകനായ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ. എല്ലാവരും കൊയറിനോട് ചേർന്ന് റെഡിയായി നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ഹൃദയത്തിൽ തോന്നുന്ന വിധം നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ. ആരാധനയുടെ മധ്യേ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയണം. കാരണം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ക്രിസ്തു നിന്റെ മുമ്പിൽ ഉണ്ട്. ഇപ്പോൾ ആ സാന്നിധ്യത്തിന്റെ പുതപ്പുമായി നിന്നുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. വിഷയങ്ങൾ, നമുക്ക് ഉത്തരം ലഭിക്കേണ്ട വിഷയങ്ങൾ ആ രക്ഷകനിലേക്ക്, ആ പുത്രനിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ആ രക്ഷകനിലേക്ക് നമ്മുടെ ഉത്തരം കിട്ടേണ്ടുന്ന വിഷയങ്ങളെ എൻ്റെ രക്ഷകനായ യാഹുവേ, അബ്ബാ പിതാവേ, അവിടുന്ന് എൻ്റെ മേൽ രക്ഷ അയക്കണമേ. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒന്ന് കൊടുത്തേ, ആ രക്ഷകനിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. Shagana Yahweh
ദൈവമേ. രക്ഷകനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എനിക്ക് ഉത്തരം തരുന്നവനാണ്. എനിക്ക് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയുന്നവനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനാണ്. പുത്രനായ ദൈവം തന്നയായ കർത്താവായ യഹോവ എൻ്റെ സകല വിഷയത്തിന്റെ മേലും എനിക്ക് ഉത്തരം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ആരൊക്കെ ദൈവത്തെ ആരാധിച്ചോ ആ ദൈവത്തിന്റെ വലിയ വിടുതൽ ഇന്ന് ആരാധിച്ച മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇട്ടയും ഉത്തരം നൽകുമാറാകട്ടെ. രക്ഷ തിരിച്ചറിയട്ടെ. ആമേൻ, 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 ആമേൻ. വിളിച്ചോർക്കുന്നതിനായ ദൈവത്തെ, നിന്റെ രക്ഷയ്ക്കായി ഇറങ്ങി വന്നവനെ, പുത്രനായ യഹോവയെ വിളിച്ചപേക്ഷിക്കാം. പുത്രനായ അപ്പായേ, ഹല്ലേലൂയ. ഒന്ന് അത്യുന്നതനായ ദൈവത്തെ കരമുയർത്തിയോ കരമടിച്ചുകൊണ്ടോ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? സ്തുതിക്കാമോ? എൻ്റെ ദൈവം, ആ അബപിതാവ്, പുത്രനായ ദൈവം തന്നെയായ മെശിഹ യഹോവയായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവം ഇന്ന് എൻ്റെ ചില വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സന്തോഷത്തോടെ ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല സൂമിലിരിക്കുന്നത്. നിന്റെ ഇടത്തും വലത്തും ജനം ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അനേകം തവണ ആരാധിക്കുന്ന മക്കൾക്ക് വിടുതൽ തരുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ? അനേകം സാക്ഷ്യങ്ങളുള്ളവരാ നമ്മൾ ഓരോരുത്തരും ഈ സൂമിലിരിക്കുന്നത് അല്ലേ? സാക്ഷ്യങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രവൃത്തിയെങ്കിലും ദൈവം ചെയ്തു തരാത്ത ആരും ഇല്ല ഇതിനകത്തല്ലേ? പിന്നെ നമ്മൾ സ്റ്റേജിലൊന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് അവസരം കിട്ടുമ്പോൾ പറയാനായി അനേകം സാക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തർക്കും.
ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു സാക്ഷ്യം, നമ്മളത് കേട്ട ഒരു സാക്ഷ്യമാണ്, പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അതിനകത്ത്. നമ്മുടെ അകപ്പറമ്പ് റോയ് ബ്രദറിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു സാക്ഷ്യമാണ്. റോയ് ബ്രദറിന് ഒരു ഹിക്കഫ്, എക്കിൾ എന്ന് പറയുന്ന ഒരു അസുഖം വന്നു. എക്കിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്, സാധാരണയാണ്. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിച്ചേക്കാം. ഇതുപോലെ തന്നെയായിരുന്നു റോയ് ബ്രദറും കുടുംബവും ആദ്യം ചിന്തിച്ചത്. ഒരു 1-2 ദിവസം കഴിഞ്ഞു, ഈ സംഭവം ഒട്ടും കുറയുന്നില്ല. അപ്പോഴും വിചാരിച്ചു അന്നൊന്ന് പോയി ഡോക്ടറെ കണ്ടേക്കാം. പല ഡോക്ടർമാരെ കണ്ടു, മാറി മാറി പല ഡോക്ടർമാരെ കണ്ടു, ഒരു വ്യത്യാസമില്ല. മാറി മാറി പല മരുന്നുകൾ കഴിച്ചു, എന്നിട്ടും ഒരു വ്യത്യാസമില്ല. ഹോസ്പിറ്റൽ മാറി, എന്നിട്ടും ഒരു വ്യത്യാസമില്ല. അപ്പം ഇനി പോയ ഹോസ്പിറ്റലിൻ്റെ കുഴപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റൽ മാറി, എന്നിട്ടും ഒരു വ്യത്യാസമില്ല. ഹിക്കഫ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് അത് എടുക്കാൻ പറ്റാത്ത വിധം തളർത്തി കളയുന്ന വിധത്തിലായി. അപ്പം മനസ്സിലായി ഇത് എന്തോ കെണിയാണ്, ഇതിങ്ങനെ മരുന്നുകൊണ്ടൊന്നും മാറത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രിയ ആത്മീയ ഗുരുനാഥൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായി ചെന്നു. ബ്രദർ എന്താണേലും കണ്ട വഴി പറഞ്ഞു, ഇത് നീ എന്ത് മരുന്ന് കഴിച്ചാലും മാറത്തില്ല. എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ഡോക്ടർമാരെ മാറി മാറി കണ്ടാലും, എത്ര ഹോസ്പിറ്റൽ മാറിപ്പോയാലും ഇതിനൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. മറിച്ച് അത്യുന്നതനായ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും, ടെസ്റ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും ഒരു 7 ദിവസം നീ ഇതനുഭവിക്കും. 7ാമത്തെ ദിവസം ഒരു മരുന്നും വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യും. അത്യുന്നതനായ യഹോവയെ അരുളി ചെയ്യുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, കർത്താവ് ഇത്രയും ആരാധിക്കുന്ന മക്കളാ, ഇതിനെ കർത്താവ് 7 ദിവസം വെച്ചേ അല്ലേ? എന്തിനാ കർത്താവ് 7 ദിവസം? കർത്താവിന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുക, ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, മരണത്തിനടുത്തോ എത്തി. എന്നാൽ പിന്നെ കർത്താവിനൊന്ന് സുഖപ്പെടുത്തിക്കൂടെ? നമ്മളാണെങ്കിലും ചിന്തിക്കത്തില്ലേ? അപ്പം ഞാനും ചിന്തിച്ചു, എന്തിനായിരിക്കും കർത്താവ് ഈ 7 ദിവസം പറഞ്ഞത്? ഇത് സംഭവം വന്നത് വേറെയാണ്, പിന്നീട് ഒരവസരത്തിൽ ആ സാക്ഷ്യം നമുക്ക് പറയാം. അതൊരു അന്ധകാര ശക്തിയുടെ ഒരു ശക്തമായ സ്വാധീനമായിരുന്നു, അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നീ ഒരു മരുന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഒരു മരുന്നും നിനക്ക് ഏക്കത്തില്ല, 7 ദിവസം കഴിയുമ്പോൾ കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളും. പക്ഷെ എന്നെ ചിന്തിച്ച കാര്യം, കർത്താവ് എന്തിനാ 7 ദിവസം പറഞ്ഞേ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മറ്റൊരു വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ലാസറിൻ്റെ മരണം. ലാസർ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് കർത്താവ് മുന്നമേ അറിഞ്ഞു, മരണത്തിന് മുമ്പേ അറിഞ്ഞു. എന്നിട്ട് അവിടേക്ക് പോയോ? ഓടിക്കതച്ച് ആ ലാസർ മരണപ്പെടുന്നതിന് മുമ്പ് അവിടെ ചെല്ലാമായിരുന്നു, പക്ഷെ പോയില്ല. കർത്താവ് തൻ്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച് സാവകാശം അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. അപ്പം സഹോദരരിരുന്ന് ചോദിക്കുന്നുണ്ട്, മാർത്തയും മറിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, പിന്നെ എന്താ നീ വൈകിയത് കൊണ്ട് മരിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ മറിച്ചൊരു ഒരു മറുപടി കർത്താവ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഈ ദിനം മരണത്തിനായിട്ടുള്ളതല്ല, എന്താ പറയണേ, ഇത് ദൈവനാമം മഹത്വപ്പെടുത്തുവാനുള്ളതത്രേ. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ വിശ്വസിച്ചു. ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർത്തു, കർത്താവ് 7 ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. 7 ദിവസം കാത്തിരുന്നു, ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകൾ ചെയ്തു. ഇനി കണ്ടുപിടിക്കപ്പെട്ടുള്ള CT സ്കാൻ, MRI, എൻഡോസ്കോപ്പി, അൾട്രാസൗണ്ട് എന്ന് വേണ്ട സകലതും ചെയ്തു. ബ്രദർ പറഞ്ഞതുപോലെ തന്നെ സകലതും നോർമൽ. 7ാം ദിവസം ഹോസ്പിറ്റലിലാണ്. രാവിലെയും അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആൾക്ക് നല്ല